ഹലോ, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി കുക്കിങ്ങും ക്ലീനിങ്. നമ്മളിത് തക്കാളിക്കറി എന്നും പറയാം ഗൈസ്, ഉള്ളിക്കറി എന്നും പറയാം. രണ്ട് സമനില. അതിൽ മഞ്ഞപ്പൊടി, എണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുത്ത് പച്ചമുളകും, ഇപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും, പിന്നെ ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്യണേ. ഇപ്പുറത്ത് നമ്മളെ പുട്ടാവുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഇതായി വന്ന്, പിന്നെ മുളക് പൊടി എല്ലാം കൂടെ വഴറ്റി നമുക്ക് 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. ആരെങ്കിലും എടുത്ത് ഗ്യാസിൽ വെക്കുമോ ഗൈസ്? ഞാൻ വെക്കും. അതാണ് അകത്ത് ഡിസൈൻ. നമ്മൾ പുട്ടിൻ്റെ അകത്ത് അല്ല കുറ്റിക്കകത്ത് അങ്ങനെ ഇടുന്നത് കാണിച്ചില്ല ഗൈസ്. ഇവിടെ ഫസ്റ്റ് തേങ്ങ ഇടും, വീണ്ടും മാവിടും, തേങ്ങ ഇടും, മാവിടും, തേങ്ങ ഇടും, എന്നിട്ട് അടുപ്പിൽ കൊണ്ട് വെക്കും. തക്കാളിക്കറി അഥവാ ഉള്ളിക്കറി. അതിപ്പം വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട്, എല്ലാം കൂടി കലക്കി വെച്ചു. നമ്മളെ പുട്ട് ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഗ്യാസ്. അപ്പുറത്ത് മീൻകറി ആവുന്നുണ്ട്, മീൻകറി ആവുന്നുണ്ട്. അടച്ചു വയ്ക്കാം. പപ്പടവും ചുട്ട് വെച്ചു. തക്കാളിക്കറിയായി, അതവിടെ വെച്ചിട്ടുണ്ട്. ഇത് പപ്പടം പൊരിച്ച എണ്ണ, പപ്പടം വെച്ചിട്ടുണ്ട്. തണുത്തിട്ടാണ് നമ്മൾ കവറിലാക്കിയത്. ഇനി ഇത്രയും പാത്രം കഴുകി ഒതുക്കണം, എല്ലാം ചെയ്യാം. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. ബൈ ബൈ.